മേലില് പോലീസുകാരനെ കുരകാന്ന് വിളിച്ചാ അടിച്ചതിന്റെ പല ഞാൻ കുഴിക്കും. ഇനി വിളിക്കടോ? ഇല്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ, കൊരങ്ങനെ പോലീസുകാരാന്ന് വിളിക്കാൻ പറ്റുമോ? അത് എന്തുകൊണ്ടോ വിളിച്ചോ. പോലീസുകാരൻ ഞാൻ പോട്ടെ. പോട്ടെ പോലീസേ, പോട്ടെ. താനേ അങ്ങനെ മിടുക്കനായിട്ട് പോണ്ട. ഇയാളെ ലോക്കപ്പിൽ 2 കൂടെ നിക്ക്. എനിക്ക് അങ്ങനെ കിട്ടണോണ്ടൊരു വിരോധമുള്ള ആളല്ല. ഈ സ്ഥാപനത്തിൽ നമ്മൾ എന്തോരം ആൾക്കാരെ കൊണ്ടുവന്ന് പെരുമാറിയിട്ടുള്ളതാ. നിങ്ങൾക്ക് അങ്ങനെ വേണമെച്ച ഓരോരുത്തരായിട്ട് വാ. എസ്ഐനെ വിളിക്കടാ. എന്റെ അമ്മേ, എങ്ങോട്ടേക്കാ ചേട്ടാ പോണ്ടേ? കോട്ടയ്ക്കലേക്കോ അതോ പ്രതിചികിത്സ കേന്ദ്രത്തിലേക്കോ? നിന്റെ ഒക്കെ വർത്താനം കേട്ടാത്തൊന്നും ഞാൻ ഏതാണ്ട് കൊലപാതകം നടത്തിയിട്ടോ ഭവനവേദന നടത്തിയിട്ടോ പോലീസുകാരെ പിടിച്ചോണ്ട് കാണുന്നു. എന്തായാലും സ്റ്റേഷനിൽ കയറി നാണക്കേടായി പോയി. 10-30 കൊല്ലം ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറി നടന്നപ്പോ നിനക്ക് നാണക്കേടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതെങ്ങനെ ഉണ്ടാവുക? അന്നിങ്ങനെ ഉരുട്ടി വിങ്ങളോ. പുതിയ SI സ്ഥലം മാറി വന്നപ്പോ അയാൾക്കൊന്ന് പരിചയപ്പെടണമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ. പുതിയ SI കേശൂര് അങ്ങനെ അല്ലല്ലോ പറഞ്ഞ്. നിന്റെ തന്തയെ മര്യാദയ്ക്ക് വളർത്തണം, ഇല്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാടാ കൊച്ചനെ എന്നാണല്ലോ. അതെ, നീ നിന്റെ കാര്യം നോക്കിയാൽ മതി. ഇത് അച്ഛനും മോനും തമ്മിലുള്ള പ്രശ്നമാണ്. അന്ന് നീ പബ്ലിസിറ്റി എന്ന് പറഞ്ഞ് ഇവന്റെ പിന്നാലെ നടന്നപ്പോ ഞാൻ തീരുമാനിച്ചതാ ഇവൻ പിച്ചപ്പാലെടുക്കുന്നു. അത് നടന്നല്ലോ. എന്തായിരുന്നു അന്ന്? ഇതാ ഇന്ന് മുതൽ, ഇതാ നാളെ മുതൽ, ഇതാ കേസിൽ ഇന്ന് മുതൽ പ്രദർശനം ആരംഭിക്കുന്ന പുതിയ മലയാള ചിത്രം ഊഹക്കച്ചവടം. ഹലോ കോംറേഡ്സ്, പ്ലീസ് വെയിറ്റ്. ഞാൻ സ്ഥലത്തില്ലെങ്കിലും വിവരങ്ങളൊക്കെ അറിയുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് വിട്ട ശേഷം കോഴിക്കോട് സംഘം തിയേറ്ററില് സെക്കൻഡ് ഷോക്ക് പോയിരുന്നു. ഇന്നലെ അത്തിപ്പാറ AC തിയേറ്ററിന് വിളിക്കാൻ വന്നിരുന്നു. അങ്ങോട്ട് പോകാനിരിക്കുമ്പോഴാണ് ഇവിടുത്തെ വിവരമുണ്ട്. അവരോട് പോകാൻ പറഞ്ഞു. നേരെ ഇങ്ങോട്ട് പോന്നു. ഇത് പിന്നെ അപ്പോയിന്റ്മെന്റ് ഓർഡർ കാക്കന്റെ കേസല്ലല്ലോ. 3 മണിക്കല്ലേ മാറ്റിന്. ജബറേ, നീ ഒന്ന് അങ്ങോട്ട് നോക്കി. വല്ല കാര്യമുണ്ടോ ഒരു അസിസ്റ്റന്റ് വെക്കണ്ടേ? അത് അസിസ്റ്റന്റ് അല്ല ജബ്ബാറെ, പുതിയ ഓപ്പറേറ്ററാ. തമാശ. ജബറേ, ഇത് നശിക്കാൻ ഉദ്ദേശിച്ച് തുടങ്ങിയ സ്ഥാപനമല്ല. അല്ലല്ലോ. അപ്പൊ പിന്നെ നിന്റെ സകല തരികടയും കളി അറിയാവുന്ന ഞങ്ങള് നിന്നെ ഓപ്പറേറ്റർ ആയിട്ട് വെക്കുവോ? അല്ല, നീ തന്നെ പറ, വെക്കുവോ? ഇപ്പൊ ഞങ്ങളുടെ സ്ഥാനത്ത് നീയാണെന്ന് വിചാരിക്കാം. ഇതുപോലുള്ള ഒരാൾ ഓപ്പറേറ്റർ ആയിട്ട് നീ വെക്കുവോ? ഇല്ലല്ലോ, ഒരിക്കലും. ഇപ്പൊ ഞങ്ങളുടെ സ്ഥാനത്ത് ഞങ്ങളാണ്, അല്ല നിന്റെ സ്ഥാനത്ത് നീയും. അപ്പൊ പിന്നെ നിന്നെ ഇവിടെ ഓപ്പറേറ്റർ ആയിട്ട് വെക്കാൻ കൊള്ളുവോ ജബ്ബാറെ? അല്ല, നീ തന്നെ പറ, കൊള്ളുവോ? വേണമെങ്കിൽ ചക്ക, വേണ്ടെങ്കിലോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിന്നെ ഇവിടെ ഓപ്പറേറ്റർ ആയിട്ട് വെച്ചാൽ ശരിയാകാൻ പോണില്ല. ജബ്ബാറെ, നീ ഐശ്വര്യമായിട്ട് വലതുകാലം വെച്ച് അങ്ങോട്ട് ഇറങ്ങിക്കേ. ചെല്ല്. അപ്പൊ ശരി. ഭൂമി കുഴിച്ചു കുഴിച്ചു നടക്കും ഭൂതത്താനേ, നീ കുഴിച്ച കുഴിയിൽ വീണതു നീ തന്നെ. ഭൂമി കുഴിച്ചു കുഴിച്ചു നടക്കും ഭൂതത്താനേ, നീ കുഴിച്ച കുഴിയിൽ വീണത്. പോയതൊക്കെ പോട്ടെ, അതോർത്ത് നീ വിഷമിക്കണ്ട. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യുക? നീ ആ പ്രഭാകരനെ കണ്ടൊരു വിസ ശരിയാക്കാൻ നോക്ക്. ഗൾഫിൽ പോകാനാ? പിന്നെ കക്കൂസി പോകാനാണോ വിസ? അങ്ങറ്റാ, നീ ഒരു പൈന്റിന് 2 ഗ്ലാസും എടുത്ത്. സോഡ വേണ്ടേ? സോഡ. ഇവിടെ കള്ള് മാത്രമേ കിട്ടൂ. അങ്ങനെയല്ലല്ലോ ഇവിടുത്തെ ഒരു രീതി. എന്നാര് പറഞ്ഞു? അത് ഞങ്ങൾക്കറിയാം. നിങ്ങൾ അറിയുന്നതെല്ലാം ശരിയാകണമെന്നുണ്ടോ? എന്താ ശരിയായാല്? ശരിയല്ല, അതുകൊണ്ട് തന്നെ ഒരുമാതിരി കാണാവണ വർത്തമാനം പറയരുത്. നക്കാപ്പിച്ച വല്ലതും വേണമെങ്കിൽ കൂടുതൽ മേടിച്ചോ. നീ സാധനം ഇവിടെ ഇല്ല. ഉണ്ടോ ഇല്ലെന്ന് ഞാനൊന്നും നോക്കട്ടെ. ആയില്ല. എന്തായില്ല? ഞങ്ങള് നമ്പർ ഇറക്കല്ല തങ്കച്ചാ. മര്യാദക്കല്ലെങ്കിൽ നാളെ നേരം എടുക്കുമ്പോ ഷാപ്പ് കൂടെ കാണത്തില്ല. മുതലാളി എന്താ കളിച്ചാല്? അടിച്ച് പല്ല് തീർപ്പിക്കും. ഓഹോ, നിന്റെ ഷാപ്പ് കൊച്ചപ്പുറം മക്കളെ കൊല്ലിട്ടൂടെ ഒരിക്കലും ജീവിക്കല. ഏത് പട്ടിക്കാനാ ധൈര്യം?
ഒരു ഷാപ്പ് ഓണറുടെ വിഷമം നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല എന്ന് വെച്ചാ. അവര് നടത്താൻ പോണത് വിദേശ മദ്യഷാപ്പല്ലേ, ചെറ്റപ്പുരയിൽ കള്ളുഷാപ്പ് എടുത്തത്. നീ എന്തിനാ ബേജാറാവണേ? ചേട്ടാ, അതിന്റെ പുറകിൽ ഒരുപാട് ബിസിനസ് കള്ളക്കളികളുണ്ട്. ഫലത്തിൽ കേശു പറഞ്ഞതുപോലെ ഈ ബാർ എനിക്കൊരു പാരയായിട്ട് തീരും. അതെന്ത് പാര? ഇവന്റെ ഷാപ്പിനകത്ത് ഇറങ്ങുന്ന കച്ചവടം അത് തന്നെയല്ലേ വിദേശി, ഇവനെ അവർക്ക് പാരാ. അതുകൊണ്ടൊക്കെയാ ഞാൻ ഉന്തിത്തള്ളി പോകുന്നത്. അതിന്റെ ഇടയ്ക്കാ ഈ കോടാലി. ചേട്ടൻ പോലീസിലായിരുന്നല്ലോ. നിയമപരമായ എന്തെങ്കിലും ഒരു ലൈൻ? നിയമത്തെ പറ്റി മാത്രം ചോദിക്കരുത്. വന്ന് എന്നും ചോദിക്കാന്നോ അധിക പ്രസംഗി? എന്താ നീ എന്താ ഒന്നുമില്ല. ചേട്ടാ, ഈ അമ്പലത്തിന്റെ പള്ളിയുടെ മുമ്പില് ഷാപ്പ് പാടില്ല. സ്കൂളിന്റെ മുമ്പിലോ? പാടില്ല. അപ്പൊ ഷാപ്പിന്റെ മുമ്പിൽ ഷാപ്പ് പാടാം. മുക്കിയിരിക്കണോ ചോദിച്ചാൽ മതി. അതെ, എനിക്ക് ഷാപ്പ് കടത്തിലായിരുന്നല്ലോ ജോലി. ഓടോ, തമാശ പറയാനുള്ള നേരമല്ലേ ഇത്? ഒരുത്തനോട് നെഞ്ചുരുക. ഒരു വഴി പറഞ്ഞാൽ ആരും ഇല്ലല്ലോ. എന്റെ പറ്റുകാരൊക്കെ അങ്ങോട്ട് പോവുകയും ചെയ്യും. ഞാൻ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസും ആകും. നീ വിഷമിക്കാതെ തങ്കു, എന്തായാലും നീ പൊളിഞ്ഞ് പാളീസാവും. ഇവിടെ ഒരു ബാർ വരാന്ന് പറഞ്ഞത് ഈ ഗ്രാമത്തിനൊരു തിലവുക്കുറിയല്ലേ? കണ്ണി ചോരയിലെ സംസാരിക്കും. നിങ്ങൾക്കത് സൗകര്യമായിരിക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ പറ്റി തരാതെ പുതിയ സ്ഥലത്ത് നിന്ന് നക്കിയ കേശുവിന്റെ അച്ഛനാണെന്ന് ഞാൻ വിചാരിക്കത്തില്ല. ഓടെ വടിവരമ്പ ഏത്തായിക്കോര ഏകാശി മാണിക്ക കാക്ക. ഞാൻ സാധാരണ ഷാപ്പ് വെച്ച് പറയാനുള്ള നാക്കിന്റെ മദ്യവർജന കമ്മിറ്റി. മദ്യവർജന കമ്മിറ്റി. മദ്യവർജന കമ്മിറ്റി. മംഗലംജി ഇറങ്ങിയാട്ടെ. മംഗലംജി, ഇവിടെയാണ് ബാർ വരാൻ പോകുന്നത്. നിഷ്കളങ്കരായ ഗ്രാമവാസികളെ മദ്യപാനികളാക്കി മാറ്റാനുള്ള ഒരു വലിയ ഗൂഢാലോചന എന്റെ പുറകിലുണ്ട്. ഈ കൊച്ചു ഗ്രാമത്തിൽ എന്തിനാണ് ഒരു ബാർ? ഈ ഗ്രാമത്തിലെന്നല്ല, മഹാനഗരങ്ങളിൽ പോലും മദ്യപാനശാലകൾ ഉന്മൂലനാശം ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനവുമായി നടക്കുന്നത്. അതെന്താ കാണുന്നത്? ഷാപ്പ്. എന്ത് ഷാപ്പ്? കള്ള് ഷാപ്പ്. ഇവിടെ എത്ര ഷാപ്പുകളുണ്ട്? ഇവിടെ ഒരൊറ്റ ഷാപ്പേ ഉള്ളൂ. നാട്ടുകാരുടെ പ്രിയപ്പെട്ട ഷാപ്പാണ്. ഇവിടെ കൂടുതൽ പേരും കള്ളാ കുടിക്കുന്നത്. കൂടുതലെന്ന് വെച്ചാൽ ഒരു 90% ആൾക്കാർ. ഭഗവാന്, 90% ആളുകൾ കള്ളു കുടിക്കുന്ന ഒരു ഗ്രാമം, അതും മഹാത്മജിക്ക് ജന്മം കൊടുത്ത ഭാരതത്തിൽ. അതെ, ഇവിടെ കൂടുതൽ പേർക്കും കള്ള ഇഷ്ടം. കള്ള് നമ്മുടെ ദേശീയ പാനീയമാണല്ലോ. പിന്നെ എന്തിനാണ് മംഗലഞ്ചി ഒരു വിദേശി? അപ്പൊ പിന്നെ പന്തൽ എവിടാ കിട്ടുന്നത്? മുള, ഓല ഒക്കെ. ആരാ ഈ ഷാപ്പിന്റെ ഉടമസ്ഥൻ? ഉടമസ്ഥൻ എന്ന് പറഞ്ഞാ അത് ഉടമസ്ഥൻ ആരുമായിക്കൊള്ളട്ടെ, ഈ ഗ്രാമത്തിലെ 90% ആളുകളെയും മദ്യപാനികളാക്കി മാറ്റുന്ന ഈ സാമൂഹ്യ വിരുദ്ധ കേന്ദ്രത്തിന്റെ മുമ്പിലാവട്ടെ ആദ്യം പന്തൽ. അപ്പൊ ബാർ ആരംഭിച്ചിട്ടില്ലല്ലോ. ആദ്യം ഷാപ്പ് പൂട്ടിക്കട്ടെ, എന്നിട്ടാവാം പന്തൽ ഇവിടെ. മംഗലഞ്ചി, വാളെടുത്തവൻ വാളാൽ എന്ന് പറഞ്ഞ പോലെ കള്ളെടുത്തവൻ കള്ളാൽ എന്ന അവസ്ഥയാ തങ്കച്ചന്റെ കാര്യം. അച്ഛാ, ഡാഡി, അവർക്ക് വല്ല സഹായവും വേണമെങ്കിൽ നമ്മൾ എത്തിച്ചു കൊടുക്കണം. അതെ, പാർട്ടിയുടെ അനുഭവം പ്രകടിപ്പിക്കാൻ പൊതുയോഗോ പൊന്നാടയോ കാൽനട ജാഥയോ എന്തുവാകാം. അതെ, അതുകൊണ്ടൊന്നും കാര്യമില്ല. വല്ല പണമോ മറ്റോ രഹസ്യമായിട്ടൊക്കെ എത്തിച്ചു കൊടുക്കാം. ചെലവിന് പറ്റാട്ടെ. അങ്ങനെ കാശ് കൊടുത്താലൊന്നും മംഗലം വീഴത്തില്ല. കാശ് വേണ്ട, ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഒരേ സ്കോച്ച് അങ്ങ് പൊട്ടിക്കാം. ഖുഷി യോഗയാ, അവർക്ക് സന്തോഷമായിരിക്കും. മർത്യരെ മൃഗമാക്കും മദ്യമേ, മർത്യരെ മൃഗമാക്കും മദ്യമേ, ദുരിതത്തിൻ വിത്ത് വിതയ്ക്കും വിഷമേ, ദുരിതത്തിൻ വിത്ത് വിതയ്ക്കും വിഷമേ, മദ്യമേ വിഷമേ വിഷമദ്യമേ, മദ്യമേ വിഷമേ വിഷമദ്യമേ. എന്റെ ജീവിത പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു നോക്കി, അച്ഛൻ ഓർമ്മയുണ്ട്? ഓർമ്മയുണ്ട്. എങ്ങനെങ്കിലും ആ മംഗലഞ്ചിയെ ഒന്ന് ഒഴിവാക്കി തരണം. നീ സമാധാനമായിട്ടിരിക്കും തങ്കച്ച, ഒരു പോംവഴി ഉണ്ടാക്കാം. എനിക്ക് ഈ ഷാപ്പ് പണിയല്ലാതെ മറ്റൊരു പണി അറിയില്ലെന്ന് അച്ഛൻ അറിയാമല്ലോ. അതെനിക്കറിയാലോ, അതുകൊണ്ടാണല്ലോ ഇറങ്ങി തിരിച്ചേ. മദ്യമേ വിഷമേ വിഷമദ്യമേ, മദ്യമേ വിഷമേ വിഷമദ്യമേ. എന്നാൽ അച്ഛൻ ചെല്ലേ. മർത്യരെ മൃഗമാക്കും മദ്യമേ, ദുരിതത്തിൻ വിത്ത് വിതയ്ക്കും വിഷമേ, ദുരിതത്തിൻ വിത്ത് വിതയ്ക്കും വിഷമേ. മദ്യമേ. നമസ്കാരം. തങ്കച്ചോ, ഇങ്ങോട്ട് വരൂ. തങ്കച്ചു, മദ്യം വിഷാണെന്നാണ് എല്ലാ മതഗ്രന്ഥങ്ങളും പറയണത്. അത് തന്നെയാണ് മംഗലജി എന്നോട് പറഞ്ഞത്. അത് ഞാനെങ്ങനെ തള്ളി പറയാ? നിനക്കും അത് ശരിയാണെന്ന് തോന്നില്ലേ തങ്കച്ച? അച്ചോ,
മർത്യരെ മൃഗമാക്കും മദ്യമേ ദുരിതത്തിൻ വിത്തു വിതയ്ക്കും വിഷമേ എനിക്ക് കല്യാണം വേണ്ട. പിന്നെ ഒരു കല്യാണം വേണ്ട. പിന്നെ നീ എന്തെടുക്കാൻ പോവാ? ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. നീ മനസ്സിൽ കാണുന്ന ഒന്നും നടക്കാൻ പോകുന്നില്ല. അച്ഛന്റെ സ്വഭാവം ശരിക്കും നിനക്ക് അറിയാലോ. എവിടെ പോയിരിക്കായിരുന്നു അച്ഛൻ ഇത്രയും കാലം? ആദ്യ പ്രസംഗം പറഞ്ഞാലോ, അടിച്ചതിന്റെ പല്ലിയാൻ പൊടിച്ചോളാം കേട്ടോ.